രസകരമായിട്ടുള്ളൊരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ? RSSകാരുടെ വക സന്യാസിമാർക്ക് പുതിരത്തല്ല്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. കിട്ടണം. കുറേ സന്യാസിമാർ RSS ബ്രാൻഡഡ് സന്യാസിമാരുണ്ട്. കിട്ടും, എല്ലാത്തിനും കിട്ടും. ഇപ്പം ഈ സംഭവം നടന്നത് UP-യിലാണ്, മീററ്റിലാണ് സംഭവം നടന്നത്. സന്യാസിമാരുടെ ക്ഷേത്രത്തിന് മുമ്പിൽ ഇരിക്കുകയായിരുന്നു. ഇവർക്ക് സംശയം, ഇവിടെ സന്യാസിമാരാണോ അതിന് മുസ്ലിങ്ങൾ സന്യാസിമാരെ വേഷം കെട്ടി വന്നതാണോ? പക്ഷെ ഇവരെയാണല്ലോ ഏൽപ്പിച്ചിട്ടുള്ളത് സന്യാസിമാരെ മുണ്ടുപൊക്കി പരിശോധിക്കാൻ. സന്യാസിമാരാണോ അല്ലയോ എന്ന് ചെന്നുടനെ തല്ലിയവർ തലമുണ്ട പൊളിച്ചു. ഇവർ അയ്യോ നിലവിളിക്കുന്നുണ്ട്, നിങ്ങൾ മുസ്ലിങ്ങളല്ലടാന്ന് ചോദിച്ചാൽ തല്ലുന്നത്. അവരയ്യോ നിലവിളി ഞങ്ങൾ ഹിന്ദുക്കളാന്ന് പറയുന്നുണ്ട്. എന്നാൽ ഹനുമാൻ ചാലിസ് ചൊല്ലിയെന്നാണ്. അങ്ങനെ ഹനുമാൻ ചാലിസ് ചൊല്ലിയപ്പോൾ ഇവന് വിചാരിച്ച ട്യൂണിലല്ല ചൊല്ലിയത്. എന്തിനു വേണം തല്ലി ചതച്ചു എല്ലാത്തിനെയും. പോലീസ് വന്ന് ഈ പ്രതികൾ നാരണത്തിന് ഹിന്ദുത്വവാദികൾ സംഘപരിവാറിൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അവിടെ നിന്ന് സന്യാസിമാരെ ചോദ്യം ചെയ്തപ്പോൾ പാവങ്ങൾ അവച്ചുള്ള സന്യാസിമാർ തന്നെയാണ്, പരമ്പരയിൽപ്പെട്ട സന്യാസിമാർ തന്നെയാണ്. സംഘപരിവാർ BJP ഇപ്പോൾ ഒരു അധികാരത്തിലിരിക്കുകയാണല്ലോ. കുറേ സന്യാസിമാർ പാരമ്പര്യമില്ലാത്ത സമ്പ്രദായപ്രകാരമല്ലാത്ത സന്യാസിമാർ പലരും ഈ BJPയുടെ കൊടിയും പിടിച്ച് നടക്കുന്നുണ്ട്. കേരളത്തിലുമുണ്ട്, കുറേ എണ്ണം കേരളത്തിലുണ്ട്. ഇസ്ലാമോഫോബിയ ബാധിച്ച് മുസ്ലിം വിരോധികളായിട്ടുള്ള കുറെ കാവ്യ വസ്ത്രധാരികൾ RSSന്റെ പിന്നണി പടയാളികളായിട്ട് ഇവിടെയുണ്ട്. ഏതായാലും ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിൽ മീററ്റ് എന്ന സ്ഥലത്ത് കുറെ സന്യാസിമാർക്ക് RSSന്റെ വക പോതിര തല്ല് കിട്ടിയിട്ടുണ്ട്. നല്ല സന്ദേശമാണ് അവർ കൊടുത്തത്. ഇനി സന്യാസിയാണെങ്കിലും ദളിതനാണെങ്കിലും ഹിന്ദു ആണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും ക്ഷത്രിയനാണെങ്കിലും വൈശ്യനാണെങ്കിലും ശൂദ്രനാണെങ്കിലും ഹിന്ദു ആണെന്ന് തെളിയിക്കണം. പണ്ട് പൗരത്വ ബില്ല് വന്നു. ഇവിടെ വാപ്പയുടെ വാപ്പയും അതിൻ്റെ വാപ്പയും എല്ലാവരും അവർക്ക് അറിയില്ല. ഇന്ത്യ അല്ലാത്തൊരു ചരിത്രം അവർക്ക് അറിയില്ല. ഇന്ത്യയിൽ അവർ മാലിക് ദിനാർ വന്ന കാലഘട്ടത്തിൽ വന്നതിൻ്റെ പരമ്പര പോലും ഇവിടെയുണ്ട്. അത് ആ പരമ്പര മാത്രമല്ലേ ഉള്ളൂ. എന്നിട്ട് പോലും പൗരത്വം തെളിയിക്കാൻ പറഞ്ഞ് അവരെ കരയിപ്പിച്ച സംഭവം ഉണ്ടായി. അപ്പം അതേ ഹിന്ദുത്വവാദികൾ കരഞ്ഞുകൊണ്ടിരിക്കുക. ഇനി വഴി കൂടെ പോകുമ്പോൾ എന്താണ് നിന്റെ പേര്? ബാലകൃഷ്ണൻ. നീ ഹിന്ദു ആണോ? അതെ. ഗീതയൊന്നും ചൊല്ലിയാൻ എന്ന് പറഞ്ഞാൽ മൂഞ്ചി. എന്ത് ഗീത ചൊല്ലാൻ? ഏത് ഗീത? ഗീത അറിയില്ലടാ? അറിയാം. പഞ്ചാഗ്നി ഗീത അറിയാം. അതന്നെ. അല്ലാണ്ട് ഏത് ഹിന്ദുവിനാണ് ഇവിടെ, ഏത് ജന്തുവിനാണ് ഇവിടെ ഗീത അറിയുക? അപ്പം അടി ഉറപ്പാണ്. അവിടെ ഇന്ന് നടക്കുന്ന നാളെ ഇവിടെ നടക്കുക. അതാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഉത്തർപ്രദേശിൽ ഇന്ന് നടക്കുന്നത് നാളെ ഇവർ സംഘികളത് കേരളത്തിലേക്ക് കൊണ്ടുവരും. അപ്പം അധികം താമസം ഇവിടേക്കും വരും. മുസ്ലിം മതത്തിൻ്റെ അനുയായികളാണെന്ന് തെറ്റിദ്ധരിച്ച് എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ എന്താ പോയെന്നറിയോ? ഞങ്ങൾ തല്ലിയത് വെറുതെ അല്ല, ഇവർ മുസ്ലിങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചു. ഒരാൾക്ക് ഇവിടെ ഒരു കറുത്ത പാട് കണ്ടപ്പോൾ തെറ്റിദ്ധരിച്ചതാണ്, കുട്ടികളെ പിടിച്ചുകൊണ്ടുവന്ന് തെറ്റിദ്ധരിച്ചാണ്. അങ്ങനെ ഒരു വാക്കുകൂടി ചേർത്തു. ഞാൻ പോലീസുകാരെ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാപ്പ് പറയാം. വേണ്ട, മാപ്പൊന്നും പറയേണ്ട പറഞ്ഞ് അവിടെ നിർത്തിയിട്ടുണ്ട്. ഇപ്പം എന്തായെന്ന് അറിയില്ല. മുസ്ലിം മതസ്ഥരാണെന്ന് തെറ്റിദ്ധരിച്ച് ഹിന്ദു സന്യാസിമാർക്ക് അടി നടന്നത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശ്, ബീഹാർ ആ ഭാഗങ്ങൾ ഇപ്പോഴും ഒരു 1000 വർഷം മുമ്പുള്ള ആ സംസ്കാരം ഉൾക്കൊള്ളുന്നവരാണ്. നമ്മൾ ഭഗൻ എന്ന് കണ്ട ഏകചക്രയിൽ ഭഗന് ദിവസവും ഒരു വണ്ടി ചോറ് വേണം, ഒരാളെയും വേണം. അത് വിഴുങ്ങും, ഭഗൻ വിഴുങ്ങും. അങ്ങനെ ഭീമൻ പോയിട്ട് ഭഗനെ കൊന്നൊരു ചരിത്രമൊക്കെ ഉണ്ട്. ആ കാലഘട്ടത്തിലാണ് ഇപ്പോഴും ബീഹാറിലും ഉത്തർപ്രദേശിലൊക്കെയുള്ള ആൾക്കാർ നിലകൊള്ളുന്നത്. ഉത്തർപ്രദേശിലെ മീററ്റിൽ ആണ് ഈ സംഭവം നടന്നത്. അവിടെ ഹരിയാനയിൽ നിന്ന് വന്നെത്തിയ ആളുകൾ, അത് ആലോചിക്കണം, ഹരിയാനയിൽ നിന്ന് വന്നെത്തിയ ആളുകളാണ്.
അവരിവിടെ ഉള്ള ക്ഷേത്രങ്ങളും ഇവിടുത്തെ പരിപാവനമായിട്ടുള്ള സ്ഥലങ്ങൾ, വാരണാസിയാണല്ലോ പരിപാവനമായിട്ടുള്ള സ്ഥലം. വാരണാസിക്കാർ മോശക്കാരെല്ലാം തെളിയിച്ചു, അവർ എളിപ്പന്മാരൊന്നും എല്ലാം തെളിയിച്ചു അവിടെ. ഏതായാലും തലയിൽ മുൾക്കിരീടം തുടക്കാതെ പറഞ്ഞ് അയച്ചിട്ടുണ്ട് 56 ഇഞ്ച്. എന്നാലും 56 ഇഞ്ച് ഒന്ന് ചുരുക്കിയിട്ടുണ്ട് വാരണാസിക്കാർ. പുണ്യസ്ഥലമാണ് വാരണാസി. അപ്പോഴേക്കും കാണാൻ വേണ്ടി വന്ന ഹരിയാനയിൽ നിന്ന് വന്നതാ സന്യാസിമാരാ. അവര് ഗൗരവ് കുമാർ, ഗോപിനാഥ്, സുനിൽ കുമാർ എന്നാണ് അവരുടെ പഴയ പേരുകൾ. അവരാണ് തല്ലിയത്. അതിൻ്റെ അവരെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇവര് പകർത്തിയിട്ട് അത് നാട്ടുകാരെ കാണിച്ചിരിക്കുക. അത് ഏറ്റവും രസം. അത് എന്നിട്ട് നാട്ടുകാരെ കാണിച്ചിരിക്കുക. അവരവരെ ഫേസ്ബുക്ക് എന്തോ ഇട്ടിരിക്കുകയാണ്, ഓപ്പൺ മീഡിയയിൽ ഇട്ടിരിക്കുകയാണ്. അങ്ങനെയാണ് പോലീസ് ഈ സംഭവം അറിയുന്നതും അവരെ ഒന്ന് അറസ്റ്റ് ചെയ്യുന്നതും. ഇവരവിടെ കരഞ്ഞ് നിലവിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, ഞങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തല്ലുന്നത്, ഞങ്ങൾ ഇന്ന പരമ്പരയിൽ നിന്ന് സന്യാസം എടുത്തവരാണ്. അപ്പം ഇവർക്ക് ആ പരമ്പരയും കരിമ്പരയാണെന്ന് അറിയില്ലല്ലോ. ഹനുമാൻ ചാലിസ എല്ലാം പറഞ്ഞു. നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നവർ ഇവിടെ കേരളീയരാ, ഇന്ത്യക്കാരാ. നിങ്ങൾ എവിടെയെങ്കിലും വെച്ചിട്ട് സംശയത്തിന് പിടിച്ചു, അപ്പോൾ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് വരുന്ന ആൾക്കാരാ. എന്നാൽ ജനഗണമന മുഴുവൻ ചൊല്ലിയൻ എല്ലാവർക്കും അറിയുമോ? എല്ലാവർക്കും അറിയണമെന്നുണ്ടോ? ഇവിടെ മന്ത്രിമാർക്കാണ് അറിയില്ല. ആയതുകൊണ്ട് ഹനുമാൻ ചാലിസ ചൊല്ലാൻ പറഞ്ഞപ്പോൾ ഇവർ പറയുന്ന ട്യൂണിലല്ല ചെല്ലിയത്. മാത്രമല്ല ചില തെറ്റുകളൊക്കെ പറ്റും. അവിടെ അക്ഷരത്തിൻ്റെ ഈ സ്ഫുടത നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഉത്തരേന്ത്യക്കാരുടെ. ഉടനെ തന്നെ അതും പറഞ്ഞാൽ നിങ്ങൾ ഹിന്ദുക്കളല്ല, നിങ്ങൾ ഹിന്ദു സന്യാസിമാരല്ല, നിങ്ങൾ ഹനുമാൻ ചാലിസ ചൊല്ലിയത് തെറ്റായിപ്പോയി, അതിൽ കുറേ മിസ്റ്റേക്ക് കടന്നു വന്നിട്ടുണ്ട്, നിങ്ങളെ തല്ലാൻ പോവുക, അങ്ങോട്ട് തല്ലി കൊന്നില്ല എന്ന് മാത്രം. ഏതായാലും പോലീസുകാർ വന്ന് ഇവരെ വിളിച്ചു കൊണ്ടുപോയി. അവർ സന്യാസിമാരെ വീട് എവിടെയാണ്, കുടുംബം എവിടെയാണ്, അവിടെ ഫോൺ ചെയ്ത് ആ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഒരു സന്യാസിമാരാ, പരമ്പരയിൽ നിന്ന് സന്യാസം എടുത്തവരാ, സമ്പ്രദായപ്രകാരം സന്യാസമെടുത്ത് സന്യാസ ജീവിതം നയിക്കുന്നവരാ. അവർ ഹരിയാനയിലുള്ള യമുന നഗർ എന്നൊരു സ്ഥലമുണ്ട്, യമുന നഗർ, അവിടുത്തെ സ്വദേശികളെ. അവർ കള്ളന്മാരല്ല. ഏതായാലും ഇനിയിപ്പോൾ വരാൻ പോകുന്നൊരു കാര്യം ഇതാണ്. ഇവിടെ ഉള്ള ആളുകൾ, കേരളത്തിലുള്ള ആളുകൾ, സന്യാസിമാരെ കുറിച്ച് എന്നെക്കുറിച്ചൊക്കെയും പറയാറുണ്ട്. സ്വാമി ഭാഗ്യവാൻ, ആർഎസ്കാർ ഭരിച്ചാലും സ്വാമിയെ തല്ലല്ലോ, സ്വാമി സ്വാമിയല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്വാമിയല്ല, ഞാൻ ആസാമിയാണ്. അതിനപ്പുറവുമാണ് ഞാൻ. അവരങ്ങനെയുള്ള വാക്കുകൾ പറയുമല്ലോ. അപ്പം ഇത് മനസ്സിലായില്ലേ? അവരുടെ കൊടി പിടിക്കാതെ, അവരെ ജയ് തൂറാം ജയ് തൂറാം ജയ് തൂറാം എന്ന് പറഞ്ഞ് നടക്കാതിരുന്നാൽ, അവരുടെ സിന്ദൂരപ്പൊട്ട് തൊടാതെ, അവരുടെ കൈമ കെട്ടുകെട്ടാതെ, അവരുടെ പിണിയാളുകളായിട്ട് നടക്കാത്തവൻ ഏത് കോലം വെച്ച സന്യാസിയാണെങ്കിലും ഏത് പരമ്പരയിൽപ്പെട്ടവനാണെങ്കിലും അവർ തല്ലും. ഇനി അവർ വന്ന് ഇവിടെ പറയാൻ പോകുന്നത് ഗീത ചൊല്ലെന്ന് പറയുമ്പോൾ ചൊല്ലാം. നരോപമസ്യേകതോപലഭ്യതേ നന്ദോന ചാതിർണ ച സംപ്രതിഷ്ഠ അശ്വത്ഥമേനം സുവിരോഢമൂലം അസംഘശസ്ത്രേണ ദൃഢേന ചിത്തൊല്ലി. അവർക്കറിയില്ല ഇത് ഗീതയാണോ, അവർക്കറിയില്ല. അപ്പം അവർ പറയാൻ എന്താ, സംഘഗാനം എന്ന് ചൊല്ലിയൻ, സംഘത്തിൻ്റെ പ്രാർത്ഥന എന്ന് ചൊല്ലിയൻ. അതുപോലെ എല്ലാവർക്കും അറിയോ, ഹിന്ദുക്കൾക്ക് അറിയോ? നമസ്തേ സദാ വത്സലേ മാതൃഭൂമേ എല്ലാവർക്കും അറിയോ? അവരെ പഠിച്ചോളണം. എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 10-15 വയസ്സുള്ള സമയത്ത് അയ്യന്തോളിൽ വെച്ച് അവിടെ ഒരു ലുട്ടാപ്പി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഈ ലുട്ടാപ്പിയുടെ അച്ഛൻ പറയുന്നത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും മുഴങ്ങുകയാണ്. വേണേ എല്ലാവരും ആർഎസ്കാരായിക്കോ, അതിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അയാളുടെ മക്കളൊക്കെ ആർഎസ്കാരാ. ഈ ലുട്ടാപ്പി അടക്കം ആർഎസ്കാരനാ. പക്ഷെ അന്നൊക്കെയും ചിരിച്ചു തള്ളുകയാണ് ഉണ്ടായത്. എന്താ കാര്യത്തിന് ഗൗരവം മനസ്സിലാക്കാൻ പറ്റുന്നത്? അവർ പറയുന്ന പോലെ അവർ പറയുന്ന പാട്ട് പാടണം, ഹനുമാൻ ചാലീസോ. ഇനിയിപ്പോൾ നമ്മളിതൊക്കെയും പഠിച്ചു വെച്ചാൽ അവർ ഓർന്നായിരിക്കും പറയുക. അത് തല്ലാൻ കണക്കൂട്ടി നടക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ മാത്രമായിരുന്നു ആർഎസ്കാരുടെ ലക്ഷ്യം എന്നും കരുതണ്ട. അതങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇനിയിപ്പോൾ മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല,
ഹിന്ദുക്കളിൽ അതിഭൂരിഭാഗം വരുന്ന ദളിതന്മാർക്കും കിട്ടും അടി. അതും മാത്രമല്ല സന്യാസിമാർക്കും കിട്ടും. മര്യാദക്ക് നടന്നില്ല സന്യാസിമാർക്കും കിട്ടും. എന്താ മര്യാദ? യോഗിയെ പോലെ മതസ്പർദ്ധ പടർത്തി അടിച്ച് കൊന്ന് ഇങ്ങനെയൊക്കെയാണ് ഈ ഓക്കെ. ധർമ്മപൂർവം തങ്ങളുടെ കർമ്മങ്ങളെ ഒരുക്കിയിട്ട് അതിലൂടെ പ്രവർത്തിക്കുന്ന സന്യാസിമാരെ ഒരു കണ്ണിനെ കണ്ടുകൂടാ. തന്നെ കൊണ്ടൊക്കെ എന്ത് കാര്യം? എന്താണ് സന്യാസിമാരുടെ കാര്യം ഇവർ ഉദ്ദേശിക്കുന്നത്? ഇവർക്ക് വേണ്ടി പ്രസംഗങ്ങൾ നടത്തുക. ഇവരുടെ ഗീത നടത്താൻ പോകുന്ന സമയത്തോടെ കൊഞ്ഞാണൻ സന്യാസി പറഞ്ഞ പോലെ പശുവിൻ്റെ ചാണകത്തിൽ പ്ലൂട്ടോണിയം ഉണ്ട്, ഒരു കുന്തി ചാണകം കൊടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ കിട്ടും എന്നൊക്കെയും പറയുന്നവരാണ് ഇവർക്ക് സന്തോഷം. യോഗിയെപ്പോലുള്ളൊരു ദ്രോഹിയാണ് ഇവർക്ക് സന്തോഷം. അതല്ല ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ, എന്നെപ്പോലുള്ള ആളുകൾ ഇവരെ കൊടി പിടിച്ച് നടന്ന് ജയ് തൂറാം എന്ന് വിളിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ലെങ്കിൽ അടി ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ അടി ഉറപ്പാണ്. എന്നിട്ടെന്താ പേടിക്കാണ്ട് സ്വാമി ഇവിടെ ഇരിക്കണമെന്നല്ല ചോദ്യം. ആരെ പേടിക്കാൻ? ഈ ഭാരതഭൂമിയിൽ ഞാനിപ്പോൾ അമേരിക്കയിലാണെങ്കിലും ഞാൻ ഓസ്ട്രേലിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രിയിലാണെങ്കിൽ അവിടുത്തെ നിയമത്തെ ഞാൻ പേടിക്കണം. കാരണം ഞാൻ അവിടുത്തുകാരനല്ല. ഞാനൊരു കുറ്റം ചെയ്ത് അവർ പറയും നിങ്ങൾ പോയിക്കോളാൻ പറയും, ഇന്ത്യയിലേക്ക് പോയിക്കോളാൻ പറയും. പക്ഷേ ഈ ഇന്ത്യ എൻ്റെ ഭൂമിയാണ്, എൻ്റെയും കൂടി ഭൂമിയാണ്. ഇന്ത്യൻ പ്രസിഡന്റിന് എത്രത്തോളം അഭിമാനമുണ്ടോ അത്രത്തോളം അഭിമാനം എനിക്കുമുണ്ട് ഇന്ത്യക്കാരെന്നുള്ള നിലയ്ക്ക്. ആ ഇന്ത്യയിൽ ഒരു അന്യനെ അടി ജീവിക്കാൻ ഞാൻ തയ്യാറില്ല. ആ ഇന്ത്യയിൽ ഒരു അടിയാളിനെ അടി ജീവിക്കാൻ ഞാൻ തയ്യാറില്ല. അടി കൊള്ളാൻ തയ്യാറാണ്. നല്ല അടി കിട്ടിയ തല പൊളിയും. പിന്നെ നമുക്ക് എന്താ പ്രശ്നം? ചത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. തലയുണ്ടെങ്കിൽ തല നിവർത്തി നടക്കണം. ഉള്ള തല ഇങ്ങനെ താഴ്ത്തി നടക്കാൻ അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ തല താഴ്ത്തി നടക്കും ഞാൻ. അന്ന് ഞാനൊരു ഭ്രാന്തനായിരിക്കും, ബോധമില്ലാത്തവനായിരിക്കും, തന്തയുടെയും തള്ളയുടെയും പേര് തിരിച്ചറിയാത്തവനായിരിക്കും. അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ആരുടെയും മറ്റേ എന്തായാലും പറയാ വ്യക്തിപരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നില്ലല്ലോ. ഒരു സ്ത്രീ വഴികൂടെ പോണു, ഇതെന്താ അതേ പോണു ഒരു കോങ്കണ്ണിന്ന് ഞാൻ പറയുന്നില്ലല്ലോ. എൻ്റെ മെക്കെട്ട് കയറാൻ വരുമ്പോൾ ഇപ്പോൾ സന്യാസിമാരെ മെക്കെട്ട് കയറാൻ, ശങ്കരാചാര്യന്മാരെ മെക്കെട്ട് കയറാൻ വന്നു. ഇവിടെയുള്ള സംഖ്യപ്പട്ടികൾ, കുറുവടി ഗോപാലന്മാർ, ആരാണ്ടാ ശങ്കരാചാര്യൻ എന്ന് ചോദിച്ചിട്ട് നടക്കുന്നത്. ഇവർക്കറിയോ ഈ RSS അല്ലെങ്കിൽ ഈ സംസ്കാരം അല്ലെങ്കിൽ സനാതനധർമ്മം അല്ലെങ്കിൽ പൈതൃക പാരമ്പര്യം അല്ലെങ്കിൽ ആർഷവിദ്യ സമ്പ്രദായം ഇതൊക്കെയും കാലാകാലങ്ങളിലൂടെ ജന്മം മുഴുവൻ തപമാക്കി ഇവിടേക്ക് കൊണ്ട് എത്തിച്ചവരാണ് ശങ്കരാചാര്യന്മാർ. അവരെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നലെ കൊടുത്ത തകരകൾ ചോദിക്കുന്നത് ആരാണ്ടാ ശങ്കരാചാര്യർ. ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക് ആ രീതിയിലാണ്. ഇനിയിപ്പോൾ അടിയും തല്ലും മാത്രമല്ല, അടിയും ചെല്ലാൻ ആ ഭാഗത്ത് കുറച്ചെന്തെങ്കിലും തൈലം പരത്തിയാൽ മതി. അതിന് പോയിട്ട് പെൻസിൽ ഇഞ്ചക്ഷൻ എടുക്കുക അല്ലെങ്കിൽ TT ഇഞ്ചക്ഷൻ എടുക്കുക, എന്തെങ്കിലും ചെയ്താൽ മതി. അതിന് നാട്ടുകാരുടെ ഒരു ഉഴിച്ചിൽ നടത്തിയാൽ മതി. പക്ഷേ ബുൾഡോസർ രാജ് 170 ലക്ഷം വീടുകളാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. 170 ലക്ഷം വീടുകളാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളതെന്നാണ് പറയുന്നത്. ബുൾഡോസർ കൊണ്ട് തകർത്ത വീടുകളുടെ കണക്കുകൾ അതും പുറത്തു വന്നിട്ടുണ്ട്. അതും അതീവ വിശ്വസനീയമായിട്ടുള്ള ഒരു മീഡിയ വഴിക്ക് അതും പുറത്തു വന്നിട്ടുണ്ട്. അതൊന്നും രണ്ടും മൂന്നൊന്നും അല്ല. വലിയൊരു 2 വർഷം കൊണ്ട് ബുൾഡോസർ വെച്ച് തകർത്തിട്ടുള്ളത് 1, 2, 10, 1000 അല്ല, 1.5 ലക്ഷത്തിലേറെ വീടുകളാണ് തകർത്തിട്ടുള്ളത്. BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ സ്ഥിതിയാണ് പറയുന്നത്. ബുൾഡോസർ രാജ്. പണ്ട് മുഖത്ത് തുപ്പലോ അല്ലെങ്കിൽ റായോളി എന്ന് വിളിക്കലൊക്കെ മാത്രമായിരുന്നു. ഇപ്പം അതും കഴിഞ്ഞ് അടി, അതിനാ കുറുവടിയും കൊണ്ട് നടക്കുന്നത് ഹിന്ദുക്കളെ തല്ലാൻ. മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പിന്നെ അവർക്കത് അവരുടെ അവകാശമാണല്ലോ തല്ലുന്നത്. ഇപ്പം ഹിന്ദുക്കൾക്കും ഇപ്പം സന്യാസിമാർക്കും. അതിനപ്പുറമാണ് അടി കൊണ്ടുപോയി കഴിഞ്ഞാൽ 10 ദിവസം തലയിൽ അടി കിട്ടിയ സ്റ്റിച്ച് വിട്ട് ആ ഉണങ്ങുന്നവരെ വീട്ടിൽ കിടന്ന് ഉറങ്ങാലോ. അപ്പോൾ വീടെവിടെ? വീടും തകർക്കും. ബുൾഡോസർ രാജാണ് ഇപ്പോൾ നടക്കുന്നത്. ബുൾഡോസർ വെച്ച് ഇതുവരെയായിട്ട് ഇടിച്ചു നിർത്തിയത് 1.5 ലക്ഷത്തിലേറെ വീടുകളാണ് ഇടിച്ചു നിർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ 1.5 ലക്ഷം വീടുകൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. നിർബന്ധിതമായിട്ടുള്ള കുടിയൊഴിപ്പിക്കൽ, അതിൻ്റെ പേരിൽ 7 ചില്ലാനം ലക്ഷം ആളുകൾ ഭവനരഹിതരായിട്ടുണ്ട്. ഈ കുടിയൊഴിപ്പിക്കൽ മുഴുവൻ ആ കുടിയൊഴിപ്പിക്കാൻ അവർ ചെല്ലുന്ന മേഖലയിൽ മുസ്ലിങ്ങളാണ് ഈ കുടിയൊഴിപ്പിക്കും, അല്ലെങ്കിൽ അവിടെ ഇരുന്നോളാൻ പറയും.
ഈ തകർക്കപ്പെട്ട വീടുകൾ, അതുപോലെ തന്നെ കുടിയൊഴിപ്പിക്കപ്പെട്ട വീടുകൾ മുഴുവൻ മുസ്ലിങ്ങളുടേതാണ്. പിന്നെ ദളിത് വിഭാഗത്തിൻ്റെ ഫ്രണ്ട് ലൈൻ മാഗസിൻ വളരെ റിലയബിൾ ആയിട്ടുള്ള വാർത്തകൾ ഇടുന്ന ആൾക്കാരാണ് അവർ വളരെ സ്പെസിഫൈഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇടുള്ളൂ. അതിൻ്റെ സപ്പോർട്ടിങ് മെറ്റീരിയൽസും അവരുടെ ഉണ്ടായിരിക്കും. ഫ്രണ്ട് ലൈൻ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും ലക്ഷം മാത്രമല്ല, 170 ലക്ഷം 17 ദശലക്ഷം വീടുകൾ നോട്ടം വെച്ചിട്ടുണ്ട്. ഏതായാലും അതിനു മുമ്പ് തന്നെ പരമദൈവതം അവരെ തലയിലൊന്ന് ഇട്ട് കൊടുത്തു. അതിന് അഹങ്കാരം ഒന്ന് താന്നു. അല്ലെങ്കിൽ ഈ 17 ലക്ഷം എത്രയായി ഇപ്പോൾ? 1,70,00,000 മറ്റേ എത്രയായില്ലോ. ഏതായാലും ഈ ഒരു വാർത്ത കാലത്ത് കേട്ടപ്പോൾ സന്യാസിമാർക്ക് RSകാരെ അടിയെന്ന് കേട്ടപ്പോൾ എൻ്റെ പ്രാർത്ഥന ഇത്ര മാത്രമേ ഉള്ളൂ. ഇനിയെങ്കിലും ഇനി സന്യാസിമാർ പഠിക്കട്ടെ. അവരുടെ കാവ്യവസ്ത്രവും അവരുടെ കാവ്യയും സംഘപരിവാറിൻ്റെ കാവ്യയും BJPയുടെ കാവ്യയും സന്യാസിയുടെ കാവ്യം തമ്മിൽ അജഗജാന്തരമുണ്ടെന്ന് മനസ്സിലാക്കട്ടെ. സന്യാസിമാർ അവരുടെ കാവ്യയിൽ അഭിനമിക്കട്ടെ, അഭിമാനം കൊള്ളട്ടെ. അതെന്തിനാണ് അഭിമാനം കൊള്ളുന്നത് അവരൊന്ന് പഠിക്കട്ടെ. മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പറയും. കാവി ധരിച്ചാൽ ഒരാൾ പൈതൃക പാരമ്പര്യത്തിന് ഉടമയാകുന്നില്ല. അവൻ ഹൈന്ദവ ധർമ്മപ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്നവനാകണം എന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവന്മാർ, ഈ കുറുവടി കോവാലന്മാരും സിന്ദൂര പൊട്ടികളും എല്ലാവരും. അപ്പം അവരെ പോയിട്ട് അവരെ വാലുമ പിടിക്കാൻ നോക്കരുത്, അവരൊപ്പം നടക്കാൻ നോക്കരുത്. എപ്പോഴാണെങ്കിലും രാജഗോപാല അതിനൊരു കുട്ടിയെ വളർത്തി, രാജഗോപാലയുടെ കുട്ടിയെ വളർത്തി, രാജഗോപാല വലുതായി വരുന്നു. പക്ഷെ അത് ആഹാരം കഴിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോൾ ആഹാരം കഴിക്കാണ്ടായി തുടങ്ങി. രാജഗോപാല ആഹാരം കഴിക്കുന്നില്ല. അപ്പം ഇയാളൊരു മൃഗഡോക്ടറെ പോയി കണ്ടു. അപ്പം മൃഗഡോക്ടർ ചോദിച്ചു, രാജഗോപാല എവിടെയാണ് കിടക്കണേ? എൻ്റെ ഒപ്പാക്ക് എടുക്കുന്നത്. എങ്ങനെയാണ് കിടക്കുന്നത്? ചുരുണ്ട് കൂടി കിടക്കുമോ? നിങ്ങളെന്നെ കിടക്കുമോ? നിങ്ങളെന്നെയാണ് കിടക്കുന്നത്. ഇപ്പം എത്ര ദിവസമായി ആഹാരം കഴിക്കാനായിട്ട്? 3-4 ദിവസമായി. സുഹൃത്തേ, അയാൾ നിങ്ങളെ അളക്കുകയാണ് രാജഗോപാല. രാജഗോപാലയ്ക്ക് സ്നേഹമോ ബഹുമാനമോ അങ്ങനെയൊന്നുമില്ല, ആദരവൊന്നുമില്ല. നിങ്ങളുടെ മുതലാളിയൊന്നും അറിയില്ല. നിങ്ങളെ അളക്കുകയാണ്, നീളം അളക്കുകയാണ്. ഏതാണ്ട് സമയമായിട്ടുണ്ട്. നിങ്ങളെ അളന്നു. ഇനി വിഴുങ്ങണം, അതിന് നല്ല വിശപ്പ് വേണം, അതിനാ പട്ടിണി കിടക്കണേ, സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഏത് രീതിയിൽ സന്യാസിമാർ അവരൊപ്പം കൂടിയാലും ഇന്നല്ലെങ്കിൽ നാളെ സന്യാസിമാർക്കും കിട്ടും. സന്യാസിമാരെയും വിഴുങ്ങും. അത് അവർ അറിഞ്ഞാൽ അവർക്കും നല്ലത്. കുറേ മുസ്ലിങ്ങൾ ഇതിൻ്റെ പുറകിലുണ്ട്. ചിത്രം വരച്ചൊരു പെണ്ണ് കിടന്ന് നടക്കണ്ടല്ലോ, അതുപോലെ കുറേ എണ്ണമുണ്ട്. ഉള്ളിൽ ചെറിയ രീതിയിലുള്ളൊരു ബൈബി കാമുകന്മാരെന്ന് പറയില്ലേ, കണ്ണടിച്ച് കാണിക്കുന്ന ആളുകൾ RSനെ കാണുമ്പോൾ. അപ്പം അവർക്കൊക്കെയും ഒരു പാഠമാണത്. സന്യാസിമാർക്ക് പോലും രക്ഷയില്ല ഇവിടെ, പിന്നെയാണ് അവിടുത്തെ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും രക്ഷ കിട്ടാൻ പോണത്. നമസ്കാരം.